ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ വന്ന് വരുവാൻ കർത്താവ് തന്ന വലിയ അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. സത്യത്തിൽ നാളെ രാവിലെ മുതലാണ് ഞാൻ ഇവിടെ ശുശ്രൂഷിക്കേണ്ടത്. പക്ഷേ ഞാൻ അല്പം മണിക്കൂറുകൾ നേരത്തെ വന്നത് സമയം ശാന്തമായിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരവസരത്തിന് വേണ്ടിയായിരുന്നു. പാസ്റ്റർ എന്താ പറയുന്നത്, പിടിവാശി ഇന്ന് ഞാൻ ഒരുമിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ കടന്നു വരുവാനും ശുശ്രൂഷിക്കാനും കർത്താവ് എനിക്ക് ഇടയായി. നിങ്ങളിൽ പലരെ എനിക്ക് പരിചയപ്പെടാൻ ഇടയായി. അതിനുശേഷം ഞാൻ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ അന്ന് ഇപ്പോഴുണ്ട് എനിക്ക് എടുത്തിട്ട് ഒരു ചർച്ച് ഡയറക്ടറി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് പല മുഖങ്ങളെ ഞാൻ പേജുകൾ നിറച്ച് ഞാൻ പരിചയപ്പെട്ടവരെ ഓർത്ത് പേര് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ലോകത്തിൽ പലരെയും പരിചയപ്പെടാൻ കഴിയുന്നതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ജീവിതത്തിലും അങ്ങനെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ 2 വർഷം എനിക്കിടയായി. അതിന് പുറകിൽ ഓഹയിൽ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദീർഘമായി മുഖവര പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന 6 അതോ 7 ദിവസങ്ങളിൽ ഇവിടെ ഞാൻ ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സഭയോടുള്ളതായ ദൈവത്തിന്റെ ദൂത് എന്തെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവം എൻ്റെ മുന്നിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നതായ ചില കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ അവസരത്തിൽ ഇവിടെ ചില സഹോദരന്മാരെ ചോദിച്ചു, ഓൾസൺ സാർ എന്തായിരിക്കും പ്രസംഗിക്കുന്നത്? ഞാൻ അന്നേരം തന്നെ വിഷയങ്ങൾ പ്രാർത്ഥനയിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞില്ല. അതൊരു സസ്പെൻസിന് വേണ്ടിയല്ല. ഒരു പക്ഷേ ദൈവം എൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും തരികയാണെങ്കിൽ നേരത്തെ പറയണ്ടല്ലോ എന്ന് ഓർത്തു. ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അർത്ഥത്തിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിച്ച് ഞാൻ തീരുമാനിച്ചതായ കാര്യം ഇതാണ്. വരുന്ന 7 രാത്രികളിൽ ദൈവവചനം, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ നിന്ന് അതിൻ്റെ ആത്മീയതയെ കുറിച്ച് മനസ്സിലാക്കാനും അത് എഴുതിയതായ, അത് പാടിയതായ, അത് വിശ്വസിച്ചതായ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും നമുക്ക് എന്ത് പഠിക്കാനുണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. 100 കണക്കിന് അല്ലെങ്കിലും ഡസൻ കണക്കിന് വിശുദ്ധന്മാരും വിശുദ്ധ മതികളും ഒരുപക്ഷെ സ്ത്രീയും പുരുഷനും കർത്താവിനെ, ദൈവത്തിന്റെ മഹത്വത്തെയും കണ്ടപ്പോൾ അവരെഴുതിയതായ അനേക ഗാനങ്ങളിൽ ചിലതാണ് 150 സങ്കീർത്തനങ്ങളായിട്ട് നാം കാണുന്നു. അതൊരു വലിയ അനേകം, ദാവീദുണ്ട്, മോശയുണ്ട്, ശലോമോനുണ്ട്, കോരഹുണ്ട്, ആസഫുണ്ട്, അല്ലാതെ പേര് പറയാത്തതായ അനേകരുണ്ട്. അവരെല്ലാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതത്തിലെ അവരുടെ സംഘർഷങ്ങളിൽ, അവരുടെ വിശ്വാസത്തിന്റെ സംഘടനകളിൽ ഉരുത്തിരിഞ്ഞതായ ചില ഗാനങ്ങളാണ് നാം സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്നത്. സാധാരണ ആളുകൾ പ്രസംഗിക്കുന്നത് പോലെ ഒരു വാക്യമെടുത്ത് അല്ലൊരു പദമെടുത്ത് വിശദീകരിക്കാനോ ഒരു വാക്യമെടുത്ത് വിശദീകരിക്കാനോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ ഞാൻ അനേക വർഷങ്ങളായി ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഞാൻ പണ്ട് ശുശ്രൂഷിച്ചിരുന്നൊരു സഭയിൽ അവിടെ ചെറുപ്പക്കാരെന്നെ കളിയാക്കിയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, സങ്കീർത്തന പാസ്റ്റർ എന്ന് വരെ എന്നെ വിളിക്കുമായിരുന്നു. അതുകൊണ്ട് ആരെയും ഞങ്ങൾ വിളിച്ചേക്കരുത്. കാരണം ഈ 150 സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്ന അവസരത്തിൽ 1-ാം സങ്കീർത്തനം മുതൽ അവസാന സങ്കീർത്തനം ഓരോ ദിവസവും വായിക്കുന്ന അവസരത്തിൽ, ധ്യാനിക്കുന്ന അവസരത്തിൽ അതിൽ നിന്ന് ആർജിക്കാവുന്ന ഒരു വിശ്വാസമുണ്ട്.
അതിനാണ് ഞാൻ ഇന്ന് രാത്രി തുടങ്ങി വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വലിയ ആത്മീയ യാത്രയുടെ പ്രതിഫലനങ്ങളാണ് നാം ആ സങ്കീർത്തനത്തിൽ കാണുന്നത്. ആ ഒരു തെളിനീരിൽ നാം വെള്ളം കുടിക്കാനായിട്ട് ഒരു പുഴയിൽ, ഒരു തടാകത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ തന്നെ ആ നീരിൽ കാണുന്നത് പോലെ, നമ്മുടെ പ്രതിഫലനം അതിൽ കാണുന്നത് പോലെ, നമ്മുടെ പ്രതിബിംബം കാണാവുന്നത് പോലെ, ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവവിശ്വാസിയുമായ ഈ വചനങ്ങളിൽ, ഈ ഗാനങ്ങൾ നാം വായിക്കുന്ന അവസരത്തിൽ, ധ്യാനിക്കുന്ന അവസരത്തിൽ, അത് പാടി കേൾക്കുന്ന അവസരത്തിൽ, അത് പ്രസംഗിച്ച് കേൾക്കുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളും അതിൽ പ്രതിഫലിക്കുന്നതായിട്ട് കാണാം. പ്രൈസ് ഗോഡ്. അതിൽ വിശ്വാസമുണ്ട്. വിശ്വാസം മാത്രമല്ല, അതിൽ ഒരിക്കലും ആർക്ക് തീർക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംശയങ്ങളുണ്ട്. യഹോവേ, നീ നിന്റെ മുഖം മറയ്ക്കുന്നത് എന്ത്? പ്രൈസ് ഗോഡ്. വിശ്വാസത്തിന്റെ മാത്രമല്ല, സംശയത്തിന്റെ ആഴങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ ക്രോധത്തിന്റെ ഭാഷ കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുന്നവരെ പറയുന്നുണ്ട്. അതേസമയത്ത് ദൈവസന്നിധിയിൽ കർത്താവേ, നീ നിന്റെ മുഖം മറയ്ക്കുന്നത്, കർത്താവേ, യഹോവേ എത്രത്തോളം എന്ന് പറയുന്നതായ വാക്കുകളുമുണ്ട്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം നമ്മുടെ പച്ച മനുഷ്യൻ, ഇത് സാഹിത്യകാരൻ പറഞ്ഞ മനുഷ്യഗതിയാണെന്ന് പറയും. അതായത് ഇതിനെല്ലാം മനുഷ്യന്റെ വിയർപ്പിന്റെ മണമുണ്ട്. ഇതിനെല്ലാം മനുഷ്യന്റെ ആവേശം കാണാനായിട്ട് കഴിയും. നാളെ രാത്രി ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അതാണ്. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? ഒന്നുമല്ല, പക്ഷേ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അവിടെയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതേ സമയത്ത് അവിടെ എന്തുണ്ട്? ടെറിഫിക് കൺഫ്യൂഷനും ഉണ്ട്, ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളാണ്. വിശ്വാസത്തിൽ വന്ന ദിവസം മുതൽ വിശ്വാസത്തിന്റെ പരമോന്നത കോടിയിൽ മാത്രം നിന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഇല്ലേ? ഇതിട്ടിട്ട് പോകാൻ തോന്നിയിട്ടില്ലേ? ഈ ദൈവത്തെ വേണമെന്ന് വെക്കാൻ തോന്നിയിട്ടില്ലേ? വേണ്ടത്ര ക്ഷമയില്ലാതിരുന്നിട്ടില്ലേ? പ്രാർത്ഥിക്കാൻ വഴിമുട്ടിപ്പോയ അവസരങ്ങളില്ലേ? എല്ലാം ഇവിടെയും കാണാം. പ്രൈസ് ഗോഡ്. ഈ 7 ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആശ്രയിക്കുന്നത് നിന്റെ മുകളിലോടും താഴോട്ടും അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാനായിട്ട് ദൈവം നമ്മളെ വിളിക്കുക. പ്രൈസ് ഗോഡ്. മുഖവരിയായിട്ട് ഒരു കാര്യം, പല കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം പറയട്ടെ. ഇതിൽ അനവധി പ്രാർത്ഥനകൾ കാണും. അനവധി പ്രാർത്ഥന. വേദപുസ്തകത്തിൽ പല വിലാപങ്ങൾ എഴുതിയിട്ടുണ്ട്. വിലാപങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ, ആരെങ്കിലും മരിക്കുമ്പോൾ വിലാപക്കാരെ വിളിച്ചു വരുത്തി വിലപിക്കുന്നത് ഇസ്രായേലിൽ ഒരു പതിവായിരുന്നു. ശൗലും യോനാഥാനും മരിച്ചപ്പോൾ ദാവീദ് ഒരു വിലാപം കഴിച്ചു. പക്ഷെ സങ്കീർത്തനങ്ങൾ ഒരിടത്തും ഒരൊറ്റ വിലാപവുമില്ലെന്നുള്ള പ്രത്യേകത. പ്രൈസ് ഗോഡ്. അവർ എന്റെ മുതുകിന്മേൽ ഉഴുതു. പിന്നെ പറയുന്നേ, ഉടവുചാലുകൾ പോലെ എന്റെ പുറം കീറി എന്നൊക്കെ കേൾക്കാം. പക്ഷേ വേറൊരാൾ പ്രാർത്ഥിക്കുകയാണ്, അയ്യോ എന്നെ വലിച്ചുകൊണ്ട് പോകരുത്, കുഴിയിൽ നിന്ന് സേവ് മീ ഫ്രം ദ പിറ്റ്, ശവക്കുഴിയിൽ നിന്ന് വിടുവിക്കണമേ. പക്ഷെ ഒരു കാര്യം എന്താണെന്നറിയാമോ? മരണത്തോടടുത്ത മനുഷ്യൻ, 6-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മരണത്തോട് അടുത്ത് കിടക്കുക, മഹാരോഗിയ. 30-ാം സങ്കീർത്തനത്തിൽ എന്റെ ശക്തി അവനെ ഓട്ടുകഷ്ണം പോലെ മറന്നു കളഞ്ഞിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മരണത്തെ മുഖാമുഖം കണ്ട മനുഷ്യൻ, രോഗത്തെ മുഖാമുഖം കണ്ട മനുഷ്യൻ, അവൻ രോഗത്തിന് കീഴ്പ്പെട്ടു പോയില്ല. മരണത്തെ മുഖാമുഖം കണ്ട മനുഷ്യൻ മരിച്ചു പോയില്ല. അവൻ ജീവിച്ചിരുന്നത് യഹോവയുടെ നന്മയെ കുറിച്ച് പാടാനായും അതൊരു കടലാസിൽ ഇതുപോലെ എഴുതി നമുക്ക് തരാനായും ദൈവം അവനെ വിടുവിച്ചൊരു സാക്ഷ്യമാണ്. ഇല്ലെങ്കിൽ അവർ മരണത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ, അവർ രോഗത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവം അവർക്ക് വിടുതൽ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ അവർ ഈ സങ്കീർത്തനം എഴുതുകയില്ലായിരുന്നു. അത് എഴുതിയതിന്റെ അർത്ഥം ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവരെ വിടുവിച്ചെന്നുള്ള ധൈര്യമായ പുസ്തകം. പ്രൈസ് ഗോഡ്. ഈ പുസ്തകത്തിൽ നമ്മുടെ ജീവിതത്തെ പോലെ ഒരു യാത്ര കാണാം. ആ യാത്ര നിരാശയുടെ, ആശയക്കുഴപ്പത്തിന്റെ, സംശയത്തിന്റെ,
പടവുകളിൽ കയറി 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 അവസാനം സ്തോത്രത്തിലും സ്തുതിയിലും ഞാൻ അവസാനിക്കുന്ന ഒരു മൂവ്മെന്റ് ഇവിടെ കാണാൻ. പ്രൈസ് ഗോഡ്. 1 മുതൽ 89 വരെയുള്ള സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ വരുന്ന ഒരു പദങ്ങളുണ്ട്, ചില പദങ്ങളുണ്ട്. ഹൗ ലോങ്, യഹോവേ എത്രത്തോളം, വൈ, എന്ത്, നീ എന്ത്, ശത്രു എന്നെ നിന്ദിക്കുന്നത് എന്ത്. സംശയത്തിന് ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് പ്രാർത്ഥനകളാണ്, ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾക്കുള്ള പ്രാർത്ഥന. പക്ഷെ 90 കഴിഞ്ഞുള്ള ബാക്കിയുള്ളതായ 60 സങ്കീർത്തനങ്ങൾ വായിച്ചു വരുന്ന അവസരത്തിൽ അവിടെ ശബ്ദം മാറുകയാണ്, അവിടെ സ്തോത്രങ്ങളാണ്, അവിടെ സ്തുതിയാണ്, അവിടെ ആനന്ദമാണ്. അവസാനം വന്ന് 150 സങ്കീർത്തനത്തിൽ വരുന്ന അവസരത്തിൽ അവിടെ ഒരൊറ്റ കാര്യവും പറയുന്നില്ല. എന്തിനെ? ഒരു പ്രാർത്ഥനയുമില്ല, ഒരു സ്വോത്രവും. എന്തിനാ സ്വോത്രം ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളൂ, ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം മാത്രമേ. അവിടെ ഒരുപാട് സംഗീത ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ എങ്ങനെ സ്തുതിക്കണം മാത്രമേ, എന്തിനും പറയുന്നില്ല, ഒരു പ്രാർത്ഥനയുമില്ല. കാരണം ആത്മീയ ജീവിതത്തിന്റെ ഓരോ ഗതി പടവുകൾ പോലെയാണ്. കാരണം നമ്മുടെ ജീവിതത്തെ ദുഃഖത്തിൽ നിന്നായിരിക്കാം ഒരു പക്ഷെ ആരംഭിക്കുന്നത്. പക്ഷെ ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ദുഃഖത്തിൽ ആരംഭിക്കുന്ന ഒരു ജീവിതം ദുഃഖത്തിൽ അവസാനിക്കുകയില്ല. അവരുടെ വായിൽ നിന്ന് ദൈവം സ്തുതി സ്തോത്രങ്ങൾ വരുമാറ് അവരുടെ ജീവിതത്തെ മാറ്റും എന്നുള്ളതിന്റെ ഒരു ആണ് സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകം മുഴുവനായിട്ട് നമ്മൾ പഠിപ്പിക്കുക ദുഃഖത്തിൽ നിന്ന്, സംശയത്തിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വലിയ ഒരു പരമാനന്ദ കോഴിയിലേക്കുള്ള ഒരു ചലനം, ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 13-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം. ദൈവം മുഖം തിരിച്ചു പോവുക. നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടില്ല. എത്ര ദുഃഖമാണ്. ആരെങ്കിലും നമ്മൾ അറിയുന്ന വ്യക്തി സഭായോഗത്തിന് വരുന്ന അവസരത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് നമ്മളെ കാണുമ്പോൾ കണ്ടില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുക, ദുഃഖം ഉണ്ടാക്കുന്നതാണ്. നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് എത്രത്തോളം ഞാൻ എന്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എന്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. എത്രത്തോളം എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നിരിക്കും. ദൈവമേ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അറിയണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ഗോഡ്. രോഗിയായി മരിക്കാൻ പോകുന്ന ഏതെങ്കിലും വ്യക്തികളുടെ കിടക്കൽ കരിയെ നിങ്ങൾ നിന്നിട്ടുണ്ടോ? മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ കിടക്കയുടെ അരികിൽ നിന്നിട്ടുണ്ടോ? അപ്പോൾ അറിയാം ഈ പ്രാർത്ഥന ആഴെന്നാണ്. പ്രൈസ് ഗോഡ്. എന്റെ ഒരു പ്രിയ സഹോദരി മരിക്കാനായിട്ട് കിടക്കുകയാണ്. മാസം 2 ക്യാൻസർ ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു വിധത്തിൽ രക്ഷയില്ല, അതുകൊണ്ട് മരണത്തിനുള്ളതായ തയ്യാറാക്കിക്കോളാൻ പറഞ്ഞ് കിടക്കുകയാണ്. ഞാൻ എന്റെ സഹോദരി ഓർത്ത് 20 വയസ്സിൽ എന്നെക്കാൾ മൂത്ത സഹോദരി എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച ഒരു ആത്മീയ പിന്നെ മാതാവ് എന്ന് പറയാൻ ഞാൻ പലപ്പോഴും ചിന്തിക്കും. അവർ മരണത്തോടുള്ള ജീവിതത്തോടുള്ള വിട്ടു. അല്ലെങ്കിൽ ദൈവ കർത്താവ് അവർക്ക് ഒരു രാത്രി പ്രത്യക്ഷം പറഞ്ഞു, അവളെ മതി, നീ എന്റെ അടുത്തോട്ട് പോവാ. അതിനുശേഷം വളരെ സമാധാനത്തിൽ ഉറക്കം കാത്തു കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്. എനിക്ക് ഉറക്കം വരാതെ കിടന്ന് ഉള്ളുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, എന്റെ പ്രിയ സഹോദരി, എന്റെ ചേച്ചി, അവരെ കാത്തു കിടക്കുക. കർത്താവ് എനിക്ക് ഉറങ്ങണം, ഉറങ്ങി അങ്ങോട്ട് വരണം. മനസ്സിലായോ? ഇവിടെ അങ്ങനെ ഇല്ലാത്തവരുണ്ട്. ഒരിക്കലും ക്യാൻസർ പിടിച്ച് കിടക്കുന്ന 64 വയസ്സുള്ള എന്റെ സഭയിലെ ഒരു വിശ്വാസിയുടെ അടുത്ത് ഞാൻ നിന്നു. ഞങ്ങളുടെ എന്റെ കൂടെ വന്നതായ സഹോദരൻ ചോദിച്ചു, മിസ്റ്റർ മാത്യു, ആർ യു റെഡി ടു ഗോ? ഡോക്ടർ എല്ലാം പറഞ്ഞു മരിക്കത്തേ. എന്നാലും ചോദിച്ചു, മിസ്റ്റർ മാത്യു, ബ്രദർ മാത്യു, നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറാണ്? എന്നാലും ആ സഹോദരൻ പറഞ്ഞു, ഐ ആം റെഡി, ബട്ട് ഐ വുഡ് ലൈക്ക് ടു പുട്ട് അപ്പ് എ ഫൈറ്റ്. ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷെ ഒരു പെടിയൊക്കെ പിടിച്ചു നോക്കിയിട്ടേ പോകുന്നുള്ളൂ. പ്രൈസ് ഗോഡ്. അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, വിശ്വാസം കൊണ്ട് പറഞ്ഞതാണ്. I would like to put up a fight. Then, if you want, I will go. Praise God. സങ്കീർത്തനക്കാരൻ പറയുകയാണ്,
കർത്താവേ കടാക്ഷിക്കണമേ. ഈ കടാക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മരണമെന്നില്ല പ്രാപിക്കും. അത്ര ക്രിട്ടിക്കലാ. ബോധമില്ലാതെ കിടക്കുമ്പോൾ നമ്മൾ വിചാരം അവർക്ക് ഉള്ളിൽ ബോധം പോയെന്നാ. ഇല്ല, ഒരു പക്ഷെ അവർ ഇത്തരം പ്രാർത്ഥനയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. മരണത്തെ അഭിമുഖീകരിച്ച് കിടക്കുന്നതായ രോഗി അവർ പറയും, നമ്മൾ ചിലപ്പോൾ എന്ന് പറയും, ഓ പെട്ടെന്ന് 2 ദിവസം കൂടെ കാണുമായിരിക്കും, എനിക്ക് ദോഹയിൽ ജോലിക്ക് പോകേണ്ടതാണ്. ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. സ്നേഹിച്ച് പോറ്റിപ്പുറത്തെ അമ്മ മരിക്കാൻ ബോധമില്ലാതെ കിടക്കുക. ബോധമില്ലാത്ത മോൻ ചെന്നിട്ട് പറയുക, ശപിച്ച് പ്രാർത്ഥിക്കായിരിക്കും, ഞാൻ മരണവേദന പ്രാപിക്കാതിരിക്കാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അടുത്ത വാക്യം വായിക്കുമ്പോൾ അമ്മച്ചിയുടെ വിശ്വാസത്തെ അമ്മച്ചി ട്രസ്റ്റ് ചെയ്യുക. 5-ാമത്തെ വാക്യം, ഒരേ സങ്കീർത്തനത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ സകല സംഘർഷങ്ങളും കാണാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. ഒരു പറയും 5-ാമത്തെ വാക്യത്തിൽ, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ. ഇവിടെ അത്രയും ക്രിട്ടിക്കലായിട്ട് കിടക്കുക, ICU കിടക്കുക, എല്ലാം മാറ്റി ലൈഫ് സപ്പോർട്ട് മാറ്റാൻ പോവാൻ മക്കൾ ഒപ്പിട്ട് കൊടുക്കാൻ പോവാ. ശമിച്ച് കിടന്ന് ശ്രദ്ധിക്കുക, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും. 6-ാമത്തെ വാക്യത്തിൽ അമ്മച്ചി ICU ഇറങ്ങി കൊച്ചു പിള്ളേരെ NCC മാർച്ച് ഇറങ്ങുന്നൊരു തോട്ടം. എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവനെ ആടുവാൻ. വിശ്വാസത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. സങ്കീർത്തനം വായിക്കുന്ന അവസരത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു വലിയ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ നമ്മുടെ എല്ലാ വിശ്വാസ ജീവിതത്തിന്റെ എല്ലാം അവിടെ പ്രതിഫലിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഒരാശയമില്ലാതെ ICU കിടക്കുന്ന സങ്കീർത്തനക്കാരനോ സങ്കീർത്തനക്കാരിയോ അവൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് ഈ 6 വാക്യങ്ങൾ ദേവനാമത്തിന്റെ മഹത്വത്തിനായി എഴുതി. ഇന്ന് രാത്രി ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ കാര്യം ഇതാണെന്ന് അറിയാമോ? ഒറ്റ കാര്യമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ ശോധന വരുന്ന അവസരങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ആരോടെങ്കിലും വാദിച്ച് ജീവിതം തിരിച്ചു പിടിക്കാമെങ്കിൽ ഈ ലോകത്തിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ. ഏതെങ്കിലും ദൈവത്തിന്റെ മുഖത്ത് നോക്കി എത്രത്തോളം എന്ന് ചോദിക്കാനുള്ള ഒരു വിശ്വാസമാണ് ദൈവത്തോടെ പറ്റുള്ളൂ. അതാ ക്രൈസ്തവ വിശ്വാസത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. യെരമ്യാവിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ. പെട്ടെന്ന് വായിക്കാൻ 58 അധ്യായങ്ങളേ ഉള്ളൂ. ദൈവമേ, യെരമ്യാവ് പറയുന്നതായ ദൈവത്തോട് പറഞ്ഞ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ ദൈവം ഇവനെ വെച്ച് പ്രവർത്തിക്കുന്ന തോന്നിപ്പോ അല്ലേ? പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചു നോക്കണം വീട്ടിൽ പോയിട്ട്. ഞാൻ പറയുമ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഒരു സുന്ദരമായ കാര്യമാണിത്. നമ്മുടെ ദൈവത്തിൽ നിന്ന് ചോദിക്കാം കാര്യമുണ്ട്. വിശ്വാസവും ആശ്രയം വിട്ടു കളഞ്ഞിട്ടുള്ള വിശ്വാസവും ആശ്രയവും വിട്ടുകളയരുത്. ആ ഫ്രെയിംവർക്കിനുള്ളിൽ എന്തും ചോദിച്ചു. ഒരു ദിവസം ഞാൻ ചെറുപ്പത്തിലെ കോളേജ് പഠിക്കുന്ന അവസരത്തിൽ ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്നു. പരീക്ഷാ സമയത്ത് എന്നെ കാണാൻ വരുന്ന ദേവദാസനെ ഞാൻ ചോദിച്ചു, അച്ചായ നമുക്ക് എന്താ എനിക്ക് ഇങ്ങനെ പനി വരാൻ ചിക്കൻ ബോക്സ് പിടിക്കാൻ കാരണം? 2 ആഴ്ച മുമ്പോ 2 ആഴ്ച കഴിഞ്ഞോ ഇത് പോരായിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ദൈവം എന്തുകൊണ്ട് എന്നെ ശിക്ഷിച്ചു. അന്നേരം ഭക്തനായ ദേവദാസനോട് പറഞ്ഞു, മോനെ പോൾസ, കീപ് ആസ്കിങ്, കീപ് ആസ്കിങ്. ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ആരോടാ? ദൈവത്തോട്. മറുപടി ഒന്നും തരത്തില്ലായിരിക്കും. He may not answer, but you have every right to ask your God. ദൈവത്തോട് ചോദിക്കാൻ നിനക്ക് എന്തുണ്ട്? അവകാശം. Praise God.
ഞാൻ ഇന്ന് രാത്രിയിൽ പറഞ്ഞ ശേഷം 2 ചിത്രങ്ങൾ മുന്നിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ആരോടാ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? ഏതൊരു ദൈവത്തോടാ നാം പലപ്പോഴും കേട്ടാൽ തന്നെ വിശ്വാസമില്ലാത്ത പോലെ തോന്നുമെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവൻ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അവന് പാട്ടുപാടും. 6-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ എല്ലാവരും നിന്ദിക്കുക. അതുകൊണ്ട് പറയുകയാണ്, എന്റെ ഞരക്കം കൊണ്ട് 6-ാം അധ്യായത്തിൽ 6-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കരഞ്ഞ് കണ്ണീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ സകല വയലുകളും ഹേതുവായി ക്ഷീണിച്ചു മരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം. എന്താ പറയുന്നേ? നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുമേ. കാരണം യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും ഭയത്തിന്റെയും കൺഫ്യൂഷൻസിന്റെയും ഏറ്റവും താഴ്ന്ന കുഴിയിൽ നിന്ന് ഒരു മനുഷ്യൻ ദൈവമായി മല്ലിട്ട് വിശ്വാസത്തിന്റെ ഉന്നതികളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ പറയാൻ കൊണ്ടുവന്നത്, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. 1 പ്രാർത്ഥിച്ചു 2 പ്രാർത്ഥിച്ചു, നമ്മളെ വീഴും. അല്ല, ദൈവങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമോട് പറയാ, വാ മല്ലിട്, പറ, നിനക്ക് പറയാനെല്ലാം പറ, ഹൃദയം തുറന്നു പറ, എല്ലാം കേൾക്കട്ടെ. പക്ഷെ എന്നെ ആശ്രയിക്കുന്നതിനെ ഞാൻ വിടുവിക്കും. വരും ദിവസങ്ങളിൽ ഈ ഭക്തന്മാരുടെ വിശ്വാസത്തെ ഒന്ന് പുതുതായി ഒന്ന് കണ്ടെത്താൻ അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉത്തേജനം പ്രാപിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം ഞാൻ വായിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 19-ാം അധ്യായത്തിൽ 19-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, എന്റെ പാറയും എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവയും. 2 ചിത്രങ്ങൾ. ദൈവവുമായി നാം അടുത്ത് ജീവിക്കുന്ന അവസരങ്ങളിൽ ദൈവം നമുക്ക് ഒരു ഭാഷ തന്നിട്ടുണ്ട്. 2-ാമത്തെ കൽപ്പന, 10 കൽപ്പന, 2-ാമത്തെ കൽപ്പന എന്താ? വിഗ്രഹം. ഒരു വിഗ്രഹത്തെ എന്ത് ചെയ്യരുത്? ആരാധിക്കുക. എന്നെ ദൈവം അങ്ങനെ പറഞ്ഞു. ഒരു വിഗ്രഹത്തെ ഒരു ബിംബത്തെ ഉണ്ടാക്കരുത്, വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, അതിന് നമിക്കുകയരുത്. ഈ ലോകത്തിൽ ഇസ്ലാം മതം വരുന്നതിന് മുമ്പേ ഒരൊറ്റ മതമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞു. അത് യഹൂദമതം. പിന്നെ എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുന്ന ഒരു രൂപമില്ല, ഒരു ആകാരമില്ല. പിന്നെ ദൈവം കൊടുത്ത ഒരു വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അബ്രഹാം ഹാഷൽ എന്ന് പറയുന്ന ഒരു യഹൂദ ചിന്തകൻ പണ്ടിങ്ങനെ പറഞ്ഞു, 2-ാം കൽപ്പനയുടെ അത് മാറ്റി വെച്ചിട്ട് അതിന് പകരമായി ദൈവം കൊടുത്ത ഒന്നാണ് ദൈവത്തെ സ്തുതിക്കാനുള്ള ഭാഷ. അതിലെ 2 ഭാഷയെ നാം കണ്ടേ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവയും. 18-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു. ഓക്കെ, ആരാ ദൈവം? പണ്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബൈബിൾ സ്കൂളിന്റെ വാൻ രജിസ്ട്രേഷൻ കൊണ്ടുപോയി. ആ ബൈബിൾ സ്കൂൾ നടന്ന ആൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല, കുറെ കാശ്. റിയലി കൺഫ്യൂസ്ഡ്. ബൈബിൾ സ്കൂളുണ്ട്, ചർച്ചുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പബ്ലിക് സ്കൂളുണ്ട്, ഓർഫനേജ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോം ഉണ്ട്, എല്ലാം ഉണ്ട്. 10-14 രജിസ്റ്റർ രജിസ്റ്റർ കൊണ്ടുപോയിട്ട് ആർടി ഓഫീസിൽ ചെന്നപ്പോൾ അയാൾ ചോദിച്ചു, ഈ വാനിന്റെ 2 സൈഡിലും ഈ 16 മിനിസ്ട്രീസ് എഴുതിയിട്ടുണ്ട്.
ആള് ചോദിച്ചു, താൻ ഒന്ന് പറഞ്ഞിട്ട് ഏതാ ഞാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ പോരാ. ഇതിൽ ഏതാ രജിസ്റ്റർ ചെയ്യണം? 16 മിനിസ്ട്രിയാണ്. ഇതിൽ ഏതാ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്? സങ്കീർത്തനക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിന്റെ ദൈവം ആരാ? ശൈലം, കോട്ട, രക്ഷകൻ, എന്റെ ദൈവം, പാറ, പരിച, കൊമ്പ്, ഗോപുരം. ഇതിലൊന്ന് പറ. ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ച് കഴിയുമ്പോ ദൈവത്തെ ഒരൊറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ടാകും. ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ശക്തിയെ അനുഭവിച്ചു കഴിയുമ്പോൾ, ഇതല്ല ഇനിയും കുറെ കൂടെ പറഞ്ഞാലേ അത് ഉൾക്കൊള്ളാൻ കഴിയും. അത്തരം ഒരു ഇവിടെ വിഗ്രഹത്തിന്റെ ആവശ്യമില്ല. ഇവിടെ ഭാഷ മതി. ദൈവം കൊടുത്തിരിക്കുന്ന ഭാഷ മതി. ദൈവം കൊടുത്തിരിക്കുന്ന അനുഭവം മതി. Praise God. അതിന്റെ അടുത്ത വാക്യം വായിക്കാം. 31ാമത്തെ വാക്യം വായിച്ചേ. 18:31. നമ്മുടെ ദൈവം ഒഴികെ ആരുള്ളൂ. 46ാമത്തെ വാക്യം അതേ സങ്കീർത്തനം തന്നെ. യഹോവ ജീവിക്കുന്നു, എന്റെ പാറ, വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ. സങ്കീർത്തനം നിങ്ങൾ ശതമായി റമദാൻ ദിവസങ്ങളിൽ വായിക്കുന്ന അവസരത്തിൽ എത്ര പ്രാവശ്യം പാറ, ശൈലം, ദുർഗം സങ്കീർത്തനക്കാരൻ പ്രത്യേകിച്ച് ദാവീദ് പറയുന്ന അവസരത്തിൽ അവൻ ദൈവത്തെ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ. 95-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തെ പറയുകയാണ്, നമ്മുടെ പാറയാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് ആദ്യം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പാറയെ കുറിച്ച്. എന്താണ് ഈ പാറ? പാറ പണ്ട് കാലത്ത് ഡൈനമിറ്റും JCB ഒന്നും ഇല്ലാത്ത കാലത്ത്, ക്രെയിൻ ഇല്ലാത്ത കാലത്ത് പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള സാധനം. ഞങ്ങളുടെ നാട്ടിലെ ഒരു പാറയുണ്ട്, അതിന്റെ പേര് ആനപ്പാറ. കറുത്തൊരു പാറ, ആനയുടെ രൂപമായിരിക്കും, അത്രയും വലുപ്പമുണ്ട്. ഞങ്ങൾ കുട്ടികളൊക്കെ അവിടെ പോയി കളിക്കാറുണ്ട്, അതിന് പേര് മറിയാറൊക്കെ, ചാടി മറിയാൻ ഒളിച്ചിരിക്കാനൊക്കെ പോകാറുണ്ട്, ഐഡൻസിക്കൊക്കെ കളിക്കാറുണ്ട്. ആ പാറ എന്നും എനിക്ക് വലിയൊരു വിസ്മയമാണ്. പക്ഷെ കുറെ കാലം ഞാൻ നാട്ടിൽ പോയി. കഴിഞ്ഞ മെയ് മാസം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ പാറ എപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ എന്നെ പോയി. കാരണം ഡൈനമിറ്റ് വെച്ച് പൊട്ടിച്ച് JCB കഷ്ണങ്ങളായിട്ട് അത് കൊണ്ടുപോയി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വന്നു. ഇന്ന് അത് പറ്റും, പണ്ടത് പറ്റും. കാരണം പണ്ട് JCB ഇല്ല, ക്രെയിൻ ഇല്ല, ഡൈനമിറ്റ് ഇല്ല, ഡ്രില്ലില്ല. ഒരു പാറ മുറ്റത്ത് ഉണ്ടെങ്കിൽ പാറ മുറ്റത്ത് നിൽക്കും. ചുറ്റും വേറെ വീട് വയ്ക്കാൻ നോക്കാൻ നല്ല പാറ മാറ്റാൻ പറ്റില്ല. ഇളകാപ്പാറ എന്ന് പറഞ്ഞ എല്ലാ പാറയും ഇളകാപ്പാറയായിരുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമ്മുടെ ദൈവം അല്ലാതെ ആരുള്ളൂ? പാറ ആരുള്ളൂ? നമ്മുടെ ദൈവം അല്ലാതെ പാറ ആരുള്ളൂ? നിങ്ങൾക്ക് ആശയം മനസ്സിലായോ? യെസ്. സങ്കീർത്തനക്കാരന്റെ ലോകത്തിൽ വേറൊരു കാര്യമുണ്ട്. ദാവീദും മോശയും കോരഹും ഒക്കെ ജീവിച്ചിരിക്കുന്നത്, ആസാഫും ഒക്കെ ജീവിച്ചിരുന്നത് ഒരു മരുഭൂപ്രദേശം, ഇതുപോലെ ഒരു ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്ത് ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് പോകുന്ന അവസരത്തിൽ, ചൂടേറിയ ദിവസം, വളരെ വെയിലുള്ള ദിവസം പോകുന്ന അവസരത്തിൽ മരങ്ങളില്ല. ഖത്തർ പോലെ തന്നെയാണ് പരിസ്ഥിതി. ഇന്നും അങ്ങനെ തന്നെ. പിന്നെ ബിൽഡിങ്സും പോകുന്ന അവസരത്തിൽ തണലൊന്നുമില്ല. പക്ഷേ യെശയ്യാ പ്രവാചകൻ പറയുകയാണ് പാറയുടെ വേറെ ഉപയോഗത്തെ കുറിച്ച്. യെശയ്യാ പ്രവചനം 32:2 വായിച്ചു. A king will reign in righteousness. യെശയ്യാ പ്രവചനം 32:2. വൻ
പാറയുടെ തണൽ പോലെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് കർത്താവ് ജനിക്കുന്നതിന് 800 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. എങ്ങനെ? എന്താ പ്രവചിച്ചത്? ഒരു രാജാവ് നീതിയോടെ വാഴും. ആ രാജാവ് എങ്ങനെ ഇരിക്കും? അടുത്ത വാക്യം, ആ രാജാവ് ഒരു തണൽ നൽകുന്ന ഒരു പാറയായിരിക്കും. ചൂടേറിയ ഒരു മരുഭൂമിയിൽ തണലിന് മരങ്ങളില്ലാതെ ക്ഷീണിച്ചു പോകുന്ന അവസരങ്ങൾ വരുന്ന അവസരത്തിൽ അല്പസമയം ഒരു തണല് കിട്ടാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ പാറയുടെ തണൽ. ഈ ഒരു ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നമ്മുടെ ദൈവമല്ലാതെ പാറ ആരുള്ളൂ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവമല്ലാതെ പാറ ആരും. മഴ പെയ്യും, നേരെ വിപരീത സാഹചര്യങ്ങൾ ഉണ്ടാകും. മഴ പെയ്യുന്ന അവസരങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അന്ന് കണ്ട വരണ്ട ദേശങ്ങളെല്ലാം ചെളി കൊണ്ട് നിറയും. ചിലപ്പോൾ ചില ചെളിക്കുഴികൾ കാണും. ആ ചെളിക്കുഴികളിൽ ആരെങ്കിലും ചെന്ന് ചാടിക്കഴിഞ്ഞാൽ അത് ആഴമുള്ള ചേറായിരിക്കും. അവരുടെ കാലുകൾ പിന്നെ എന്ത് ചെയ്യും? താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു പാറയിൽ കയറി പിടിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും അവനെ പൊക്കിയെടുത്തിട്ട് ഒരു പാറമേൽ കൊണ്ടുപോയി നിർത്തണം. അതില്ലെങ്കിൽ അവന്റെ ജീവിതം അവസാനിച്ചതാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 40-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, He drew me up from the pit of destruction, out of the mighty bowl, and set my feet upon a rock, making my steps secure. സങ്കീർത്തനം 40-ന്റെ 2-ാമത്തെ വാക്യം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. പിന്നെ എന്ത് ചെയ്തു? കാലുകളെ ഒരു പാറമേൽ നിർത്തി. ജീവിതത്തിന്റെ 2 അനുഭവങ്ങളെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 2 വെള്ളം വിതയ്ക്കുന്ന 2 നാശങ്ങൾ. ഒന്ന്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഒരുപക്ഷെ കുഴയുന്ന ഒരു ചേറ് പോലെ ആയിരിക്കാം. കുഴയുന്ന ഒരു ചേറ്, കാല് വെക്കുന്തോറും താഴെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സങ്കീർത്തനക്കാരൻ മലയാളത്തിൽ ഒരു പഴയ ഒരു ഗാനം എഴുതുകാരൻ പറഞ്ഞു, പാദങ്ങൾ ആഴത്തിൽ താഴുന്നു പ്രിയനെ, ഏകുക തൃക്കരം. അതിനാൽ പാദങ്ങൾ ആഴത്തിൽ താഴുന്നു പ്രിയൻ. എന്തൊരു ഹെൽപ്ലെസ് ക്രൈ ആണ്. കർത്താവേ, നിസ്സഹായത പറയാ, കാലുകൾ പാദങ്ങൾ ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുക. താങ്ങണമേ നാഥ. സങ്കീർത്തനൻ പറയും, നമ്മുടെ ദൈവമല്ലാതെ പാറ ആരുള്ളൂ. നമ്മുടെ പാറയായ ദൈവം, നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. വരിക, നാം നമ്മുടെ പാറയ്ക്ക്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരത ഉണ്ടെങ്കിൽ അത് ദൈവത്തിലേ ഉള്ളൂ. എന്തെങ്കിലും ഒരു സ്ഥിരത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ആരുടെ കയ്യിലേ കാണും? നമ്മുടെ ദൈവത്തിന്റെ കയ്യിലേ കാണും. പ്രൈസ് ഗോഡ്. ദാവീദ് ഈ ചിത്രം രൂപപ്പെടുത്തിയെടുത്തത് കവിതയുടെ ഭാവനയില്ല. വെറുതെ ഇരുന്ന ഭാവന, വള്ളത്തോട് കവിത എഴുതിയ പോലെയല്ല, മൂന്നാനം കവിത എഴുതിയ പോലെയല്ല. എഴുത്തച്ഛൻ കള്ളു കുടിച്ച് എഴുതിയത് പോലെയല്ല. എഴുത്തച്ഛൻ കള്ളു കുടിച്ച കവിത എഴുതുന്ന പറയുന്നത് നല്ല പോലെ ലഹരിയിൽ എഴുതിയത് അല്ല. ദാവീദ് ഭാഷ പറയുന്നത്, ദാവീദ് വിശ്വാസം പ്രകടിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിലെ നഗ്ന യാഥാർത്ഥ്യങ്ങളിലൂടെ. ദാവീദ് സത്യം കണ്ടെത്തിയത് ജീവിതത്തിലെ ചൂടേറിയ അനുഭവങ്ങളിൽ നിന്നാണ് ഈ വിശ്വാസം രൂപപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. 8 നീണ്ട വർഷങ്ങൾ തന്റെ അപ്പൻ സാമാന്യ ധനികനായിരുന്നു. സ്വന്തം ആടും ഭാവനവും ഉള്ള ധനികനായിരുന്നു ഇശായി. ഇശായിയുടെ മകൻ ചെയ്ത ഒരൊറ്റ കുറ്റം,
ഇസ്രായേലിനെ ലജ്ജിപ്പിക്കുവാനും തോൽപ്പിക്കാനും വന്ന ഗോലിയാത്തിനെ ദൈവത്തിന്റെ ശക്തിയാൽ വെറും ഒരു കല്ലുകൊണ്ട് കൊന്ന് ഫെലിസ്ത്യരുടെ മീതെ അന്ന് ജയം നേടിയ ഒരൊറ്റ കുറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവന്റെ ജീവിതത്തിൽ ശൗൽ അവനെ എതിർക്കാൻ, ദ്വേഷിക്കാൻ, അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടതിന് പുറകിൽ ഒരൊറ്റ കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവം അവനെ ശൗലിന്റെ മീതെ അഭിഷേകം ചെയ്തിട്ടുള്ള യാഥാർത്ഥ്യം നോക്കി. അതിന്റെ ശിക്ഷ അവൻ കൊടുത്തത് നീണ്ട 8 വർഷങ്ങൾ അവൻ യഹൂദ മരുഭൂമിയിൽ അദുല്ലാം ഗുഹയിലും മറ്റു ഗുഹകളിലും പാറപ്പുറപ്പുകളിൽ ഗുഹകളിൽ മാറി 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 തന്റെ ജീവിതത്തിലെ സകല സുഖങ്ങളും വിട്ട് താമസിക്കേണ്ടി വന്നു. തന്റെ അമ്മയും അപ്പനെയും കൊണ്ടുപോയി ഫെലിസ്ത്യരുടെ ദേശത്ത് കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നു. തന്റെ ഭാര്യയും മക്കളും ഒക്കെ തനിക്ക് നഷ്ടപ്പെട്ടു. താനും കടമുള്ളവരും ഭാരമുള്ളവരും ജീവിതത്തിൽ പ്രയാസമുള്ളതായ ചില മനുഷ്യരെയും കൊണ്ട് അവൻ ആ ഗുഹകളിൽ, മലകളിൽ ചെന്ന് പാർക്കുകയായിരുന്നു. അവൻ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. 1 ശമൂവേൽ 22 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. 1 ശമൂവേൽ 22 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ മതി. അടുത്ത വാക്യം അവൻ അങ്ങനെ പറയുക. 26-ാമത്തെ വാക്യം, 26-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 26-20. പെട്ടെന്ന് പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേലിന്റെ രാജാവ് ഒരു ചത്ത ചെളിനെ തേടി പുറപ്പെട്ടിരിക്കും. അവരുടെ ജീവിതത്തെ കുറിച്ച് അവൻ പറയുന്നു. താൻ പർവ്വതത്തിൽ പാറകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന അവസരങ്ങളിൽ ഒരു കാട്ടുകോഴിയെ നേടാനായിട്ട് തേടുന്നത് പോലെ, വേട്ടയാടുന്നത് പോലെ ശൗല് വരികയാണ്. പക്ഷെ തന്റെ താമസം എവിടെയാണ്? പാറയിൽ, പാറപ്പിളർപ്പുകളിൽ, പാറയ്ക്കുള്ളതായ ഗുഹകളിലാണ് അവൻ താമസിക്കുന്നത്. ഒരു ദിവസം ദാവീദിനെ അതിൽ നിന്നൊരു മോചനം ഉണ്ടായി. അന്ന് ദാവീദ് ഒരു വിടുതലിന്റെ പാട്ട് പാടി. 2 ശമൂവേൽ 22-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് ഇങ്ങനെയാ പാടുന്നത്. 2 ശമൂവേൽ 22-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ എന്റെ പാറയായ ദൈവം. ഇതുവരെയും 8 വർഷം അവൻ ഒരു കാര്യം മാത്രമേ കണ്ടുള്ളൂ. ശൗല് വരുന്നെന്ന് കേൾക്കുമ്പോ ഒരു പാറയിൽ നിന്ന് വേറെ പാറയിലേക്ക് പോകും. അതിലേക്ക് ശൗല് വരുന്നെന്ന് കേൾക്കുമ്പോൾ അതിന്റെ പുറവഴിക്കുള്ള വഴിയിൽ കൂടെ ഓടി വേറെ പാറയിൽ കയറും. 8 നീണ്ട വർഷങ്ങൾ പാറയായിരുന്നു ദാവീദിന്റെ ജീവിതത്തിന്റെ ആശ്രയം. പക്ഷെ ഒരു സത്യം അവൻ മനസ്സിലാക്കി. ഈ പാറ എന്റെ ജീവിതത്തിന്റെ ഈ തീച്ചുള്ള ഈ പാറ എന്റെ പ്രതിബന്ധങ്ങളുടെ ഒരു പ്രതീകമാണ്. ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ കഷ്ടതയുടെ പ്രതീകങ്ങളാണ്. അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതായ സംരക്ഷണമാണ്. 8 വർഷം ദാവീദിന്റെ വിശ്വാസ ജീവിതത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഈ പാറയേക്കാൾ വലിയൊരു പാറയുണ്ട്. ഈ പാറയേക്കാൾ വലിയൊരു പാറയുണ്ട്. ഈ പാറയ്ക്ക് ഇത്ര സംരക്ഷണം നൽകാമെങ്കിൽ അഭിഷക്തനായ എന്നെ 8 വർഷം സംരക്ഷിച്ച് ഇസ്രായേലിനെ രാജാവാക്കി വാഴിക്കുന്നത് വരെ എന്നെ സൂക്ഷിക്കാൻ ഈ പാറയ്ക്ക് കഴിയുമെങ്കിൽ ഇതിലും വലിയൊരു പാറയുണ്ട്. ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ ഭാഗം വിടുകയാണ്. ഒരു കാര്യം മാത്രമേ പറയുക. പഠിക്കുന്ന ഒരു കാര്യം ഇതാ: വിശ്വാസത്തിൽ നാം ക്ഷീണിക്കുമ്പോൾ ഒരിക്കലും വിട്ടു കളയുന്നത്. മത്സരത്തെ കൂടാതെ ദൈവത്തെ വിടരുത്. പിടിക്കണം, പിടിച്ച് നിർത്തിക്കൊണ്ട് പറയണം, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യഹോവയെ എത്രത്തോളം മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. യഹോവയെ നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും. മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ പറയാനൊരു ഇന്റിമസി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
Praise God. ഇന്റിമസി നമുക്ക് ദൈവം തന്നു. അതില്ലാത്തതെല്ലാം വിഗ്രഹസേവനം. Praise God. പക്ഷേ അവകാശം ഉപയോഗിക്കണം. ഉപയോഗിച്ച് കഴിയുമ്പോൾ വിഗ്രഹങ്ങൾ വേണ്ട പിന്നെ ആരാധിക്കാൻ. നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം ദൈവത്തെ കാണുകയാണ്. നാം പറയാ രോഗിക്ക് വൈദ്യം, രോഗിക്ക് പറയാൻ പറ്റുള്ളൂ. മരണത്തിൽ തന്നെ വിടുവിക്കുന്നതെന്ന് പാടണമെങ്കിൽ മരണത്തിന്റെ പക്കത്തോളം ചെന്നിരിക്കണം. Praise God. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ വായിക്കുന്ന അവസരത്തിൽ ദൈവം നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിന്റെ സംഘടനകൾ മുഴുവൻ നമ്മൾ അതിൽ കാണുകയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ സംഘർഷങ്ങൾ മുഴുവൻ നമ്മൾ അതിൽ കാണുകയാണ്. പക്ഷെ അതിൽ അതിൽ നിന്ന് മിന്നുന്നതായ തെളിയുന്നതായ വിശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന അവസരത്തിൽ ദൈവജനത്തിന് പ്രാർത്ഥിക്കാനാണ് കഴിയും. Praise God. എന്റെ ചർച്ചിലെ വിശ്വാസികൾ, പുതിയ തലമുറയിലെ ന്യൂ ജനറേഷൻ ബിലീവേഴ്സ് ചോദിക്കണം, എന്താ പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കാൻ വിഷയമൊന്നുമില്ല. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞാൻ ഒന്നും പ്രാർത്ഥിക്കണ്ട. സങ്കീർത്തനങ്ങൾ ഉറക്കെ വായിച്ച് ദൈവത്തെ കേൾപ്പിച്ചാൽ മതി. Praise God. പ്രാർത്ഥിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സങ്കീർത്തനം ഏതെങ്കിലും തുറന്നിട്ട് ഉറക്കെ അങ്ങ് പ്രാർത്ഥിക്കണം ദൈവത്തോട്. കാരണം ഇത് ദൈവവിശ്വാസിയമായ പ്രാർത്ഥനയാണ്. Praise God. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ചപ്പോൾ ആദ്യം വായിച്ചു, നാം എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ ഭാര്യ. 40 നിമിഷങ്ങൾ എൻ്റെ മുന്നിലുള്ളൂ. ഞാൻ ആ വിഷയം കൂടെ തീർത്തേണ്ടേ പോകുന്നുള്ളൂ. എൻ്റെ വീണ്ടെടുപ്പുകാരൻ. Praise God. ഞാൻ ഈ വാക്യം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശക്തി നൽകുന്ന ഒരു ചിന്തയായത് എൻ്റെ ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരൻ. ഇവിടെ പറയുകയാണ്, എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായി പോവേ. പാറയും വീണ്ടെടുപ്പ് ഒരുമിച്ചാ പോകുന്നേ. വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിടുതൽ ശുശ്രൂഷയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് അറിയുന്നത്. ഈ ഒരു ദിനം വിടുതൽ ശുശ്രൂഷയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് പറയുന്നത്. എല്ലാവർക്കൊക്കെ പരിഹാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പമൊന്നും. പക്ഷേ ഇത് ഈ വിടുവിച്ചവൻ ആരാന്നൊരു ബോധ്യത്തോട് വേണം വിടുതൽ പ്രാപിക്കുന്നത്. പ്രശ്നവും വിടുതല് പശുവിനെ അഴിച്ചു വിട്ടു. ആരഴിച്ചു വിട്ടു? പക്ഷെ ആരഴിച്ചു വിട്ടു പശുവിനെ അറിയത്തില്ല. ഈ പശു അരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. ചാവും ചെയ്യും. ആരും ചാവും. വിടുതൽ നൽകുന്ന ദൈവത്തെ ശരിയായ അറിയാത്ത വിടുതലല്ല. അത്തരം വിടുതൽ പുറപ്പെടുകയും ചെയ്തു. അതിന്റെ അർത്ഥം വിടുതലില്ലെന്നല്ല. Praise God. ഈ ഒരു പദത്തിനെ വേദപുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരെന്ന് പറഞ്ഞാൽ ചുരുക്കി ഇങ്ങനെ പറയാം, ഏതെങ്കിലും ഒരു കുടുംബത്തിലെ വ്യക്തി, ഒരു ചാർച്ചക്കാരൻ തൻ്റെ ബന്ധുവോ തൻ്റെ സഹോദരനോ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും കടബാധിതനായി തീർന്നാൽ അവന്റെ കടത്തിൽ നിന്ന് അവനെ വിടുവിക്കാനായി, അവന്റെ കടം വീട്ടാനായിട്ട് ചെല്ലുന്ന അതിനെയാണ് വീണ്ടെടുപ്പുകാരൻ പറയുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 7 മുതലായ വാക്യങ്ങൾ നമുക്കത് കാണാം. നമുക്കത് വായിച്ചാൽ സമയം പോകും, അത് വായിക്കേണ്ട. ഇതാണ് മാത്രമല്ല, തന്റെ കുടുംബത്തിലെ ഒരു മനുഷ്യൻ ദരിദ്രനായി തന്റെ നിലം, തന്റെ വസ്തു അന്യാധീനപ്പെട്ടു പോയാൽ, അവന്റെ ഭാര്യയ്ക്ക് ഒരു ആൺപ്രജ ഇല്ലാവുന്നതിന് മുമ്പ് അവൻ തന്റെ ബന്ധു മരിച്ചു പോയാൽ ആ ബന്ധുവിന്റെ ഭാര്യയെ വീണ്ടെടുക്കണം. ആരുടെ ചുമതലയാണ്? വീണ്ടെടുപ്പുകാരന്റെ ചുമതല. നിങ്ങൾക്ക് വായിക്കാം, രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതലായ വാക്യഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോകാം. രൂത്ത് 4:1-6.
മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിൽക്കേണ്ടത് എന്ത് ചെയ്യണം? മോവാബിയ സ്ത്രീയായ രൂത്തിനെ എന്ത് ചെയ്യണം? വാങ്ങണം എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ കാര്യം. എലിമെലക്കിന്റെ ഭാര്യ നവോമി വിധവയാണ്. അവളുടെ മരുമക്കൾ വിധവയാണ്. അവർക്ക് മക്കളില്ല. വീണ്ടെടുപ്പുകാരന്റെ ചുമതലയാണ്. വീണ്ടെടുപ്പുകാരൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? കുടുംബത്തിലെ മെമ്പറായിരിക്കും, ചാർച്ചക്കാരായിരിക്കും. ആ കെട്ടാൻ പോകുന്ന പെണ്ണിന് സൗന്ദര്യമുണ്ടോ, ഉയരമുണ്ടോ, ജോലിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അതൊന്നും പറ്റില്ല. സൗന്ദര്യമില്ലെങ്കിലും ഉയരമില്ലെങ്കിലും ജോലിയില്ലെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവളൊരു വിധവയായതുകൊണ്ടും ഈ വീണ്ടെടുപ്പുകാരൻ ആ വിധവയുടെ ബന്ധുവായതുകൊണ്ടും ഭർത്താവിന്റെ ബന്ധുവായതുകൊണ്ടും അവന്റെ മേലൊരു ബാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ വസ്തുവും വീണ്ടെടുക്കണം, അവളെയും വീണ്ടെടുക്കണം, അവളൊരു കൊച്ചുണ്ടാകണം, ആ കൊച്ചിനെ മരിച്ചവന്റെ പേരിടണം. എന്ന് വെച്ചാൽ വീണ്ടെടുപ്പുകാരന് ഈ ഡീൽ ഒന്നും കിട്ടാനില്ല. വീണ്ടെടുപ്പുകാരന് ഈ ഡീലിൽ എന്തില്ല? ഒന്നും കിട്ടാനില്ല, നഷ്ടമേ ഉള്ളൂ. നല്ലപോലെ അറിയുന്നതായ ഏറ്റവും അടുത്ത അവൻ പറയുകയാണ്, എന്നെ കൊണ്ട് വയ്യ, നില ഞാൻ വാങ്ങാം, പക്ഷെ ഈ മോവാബി പെണ്ണിനെ എനിക്ക് പറ്റി. മോവാബിയ എനിക്ക് വേണ്ട, എനിക്ക് അത് വേണ്ട. പക്ഷെ ബോസ് എല്ലാം വീണ്ടെടുത്തു. സംഘത്തിനക്കാരൻ പറയുമ്പോൾ എന്റെ പാറ വീണ്ടെടുക്കുവാനാണ് ദൈവം എന്ന് പറയുമ്പോഴേ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ദൈവം എനിക്ക് അന്യനല്ല. ഇസ്രായേലിന്റെ ദൈവം ആരാണ്? അവൻ എന്റെ ചാർച്ചക്കാരനാണ്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ കുടുംബത്തിലെ മെമ്പറാണ്. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നുവെങ്കിലും, ദൈവം യെരൂശലേം ദേവാലയത്തിൽ സാന്നിധ്യപ്പെട്ടിരിക്കുന്നുവെങ്കിലും, കഷ്ടതയുള്ളതായ, വിധവയായ, പരാജയത്തിലായിരിക്കുന്നതായ, മരണത്തോട് അടുക്കുന്നതായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ചാർച്ചക്കാരൻ എന്ത് ചെയ്യുമോ എന്ന പോലെ കുടുംബത്തിൽ അംഗം ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെയാണ് ദാവീദ് സേവിച്ചത്. അവനൊന്നും നഷ്ടമാണ്, അവനൊന്നും നേടിയിട്ടില്ല. അവനെ കിട്ടിയതൊരു പെണ്ണിനെയും കേട്ടേണ്ടി വന്നു, ഇതെല്ലാം വേണ്ടി വന്നു. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട അവന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. വീണ്ടെടുപ്പുകാരൻ വന്യമായ നഷ്ടം വരുത്തി, വീണ്ടെടുക്കപ്പെട്ടവന്റെ ജീവിതത്തെ തിരിച്ചു മാറ്റി, തിരിച്ചെഴുതി. ലൈഫ് അറ്റ് എ ഡെഡ് എൻഡ്, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസരമായിരുന്നു നവോമിക്ക്. നവോമി വരുന്ന അവസരത്തിൽ രൂത്തിനോടും ഓഫറോടും പറയുകയാണ്, മക്കളെ നിങ്ങൾ പോകരുത്, എനിക്ക് പ്രായമായി, എനിക്ക് ഇനി ഒരു ഭർത്താവിനെ കിട്ടുകയില്ല, എനിക്കിനി നിരാശയേ ഉള്ളൂ എന്നും പറഞ്ഞ് നിരാശ കൊണ്ട് വഴിമുട്ടിയതായ ഒരു ജീവിതം കൊണ്ടാണ് അവിടെ വന്നത്. നവോമി പറയുകയാണ്, ഇനി നിങ്ങൾ എന്നെ വിളിക്കരുത്, നവോമിനെ വിളിക്കരുത്, മധുരമൊന്നും വിളിക്കരുത്, പ്രസാദമൊന്നും വിളിക്കരുത്, എന്നെ ഒന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളിക്കുക, മാറ എന്ന് വിളിക്കുക. പക്ഷെ റൂത്തിന്റെ സുവിശേഷ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വരുന്ന അവസരത്തിൽ അവളുടെ സകല ജീവിതത്തിന്റെ നിരാശകളെയും തിരിച്ചെഴുതിയതായ ദൈവം പറഞ്ഞു. അവൾ പറയുകയാണ്, എന്താ പറയുന്നത്? ലൂക്ക് 4:14, Blessed be the Lord. Blessed be the Lord who has not left you this day without a redeemer, and may his name be renowned in Israel. നമുക്ക് വീണ്ടെടുപ്പുകാരനെ വെച്ച ദൈവത്തെ സ്തുതിക്കുക. ഈ വീണ്ടെടുപ്പിന് പല തലങ്ങളാണ്. സമയം പോയത് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരു സ്ത്രീക്ക് ജീവിതം കിട്ടി, ഒരു ഭൂമി വീണ്ടെടുക്കപ്പെട്ടു, ഒരു തലമുറ. രൂത്തിന്റെ മാത്രം ജീവിതമല്ല മാറിയത്, നവോമിയുടെ ജീവിതം മാറി. നവോമി മാറാന്നുള്ള പേര് തിരിച്ചു മാറ്റി, പിന്നെയും ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് പേര് മാറ്റി, വേറെന്ത് പേരാക്കി? നവോമി പഴയ പേരിട്ടു. അത് മാത്രമല്ല, മരിച്ചുപോയ ഒരു മനുഷ്യനുണ്ട്, മഹ്ലോൻ.
അവന് കുഞ്ഞുങ്ങളുണ്ടാവുന്നതിനോ മരിച്ചു പോയതാ. പക്ഷേ രൂത്തിനൊരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടായതുകൊണ്ട് അവൻ സാഹചര്യങ്ങളെ പരിഗണിക്കാതെ അവളുടെ ദയനീയ അവസ്ഥ മാത്രം കണ്ടുകൊണ്ട് അവളെ വീണ്ടെടുത്തതുകൊണ്ട് മരിച്ചുപോയ മഹലോനൊരു മകൻ ജനിച്ചു. പ്രൈസ് ഗോഡ്. തലമുറകളോട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന അനുഗ്രഹങ്ങളാണ്. നവോമി ഒരു തലമുറ പുറകെ നവോമിയുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്നു. അതിന്റെ ഒരു തലമുറ ഇപ്പുറത്തേക്ക് ആരനുഗ്രഹം പ്രാപിക്കുന്നു? മഹലോൻ അനുഗ്രഹം പ്രാപിക്കുന്നു. മരിച്ചുപോയെങ്കിലും മാത്രമല്ല ഒരു ഓബേൽ ജനിക്കുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അതിൽ ഒരു ഇശായി ജനിക്കുന്നു, ഒരു ദാവീദ് ജനിക്കുന്നു, അതിൽ നിന്ന് ഇസ്രായേൽ ഒരു രാജാവ് ഉണ്ടാകുന്നു. എല്ലാത്തിന്റെയും കാരണം വീണ്ടെടുപ്പുകാരമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. വീണ്ടെടുപ്പുകാരൻ എന്ത് നേടി? വീണ്ടെടുപ്പുകാരൻ എന്ത് നേടി? ഒരു പുതിയ ഭാരം തനിക്ക് കയറ്റി വെച്ചെന്നല്ലാതെ വീണ്ടെടുപ്പുകാരൻ ഒന്നും നേടിയില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഇതാ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. ഈ ലോകത്തിൽ ഒരു മതത്തിലും ഒരു തത്വശാസ്ത്രത്തിലും ദൈവത്തെ എന്റെ വീട്ടിലെ അംഗമായി സങ്കല്പിക്കാൻ പറ്റില്ല. ഒന്നില്ല. അകന്ന് നിന്ന് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ. ദൂരെ മാറി നിന്നുള്ള അവന് മഹിമ കാണാനേ പറ്റൂ. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ മഹിമ ദൂരെ നിന്ന് കാണുന്ന അവസരത്തിൽ ദൈവം നമ്മുടെ കുടുംബത്തിലെ ചാർച്ചക്കാരൻ എന്നപോലെ ഇറങ്ങി വരുന്ന ഒരു ബന്ധമുണ്ട് ഇവിടെ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ പറയാൻ, ഞാൻ നിങ്ങളെ എന്റെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. യു ആർ മൈ ഫ്രണ്ട്സ്. നിങ്ങൾ ആരല്ലേ? നീ എനിക്ക് അന്യരല്ല. യു ആർ മൈ ഫ്രണ്ട്സ്. എഫെസി ലേഖനം 2:19 വായിച്ചേ. ഞാൻ നിർത്താമല്ലോ. എഫെസി ലേഖനം 2:19 നമ്മളൊക്കെ വായിച്ചു. ക്രിസ്തു മൂലം ആരല്ല? വീണ്ടെടുക്കുമ്പോഴെ ആരല്ല? അന്യന്മാരുമല്ല, പരദേശികളുമല്ല. പിന്നെ ആരാ ഇനി? മോവാബിയ സ്ത്രീയായ രൂത്ത് ആരായിരുന്നു? അന്യയായിരുന്നു, പരദേശിയായിരുന്നു, വിധവയായിരുന്നു, ദരിദ്രയായിരുന്നു. ഇനി അവൾ ആരല്ല? അന്യയല്ല, പരദേശിയല്ല, വിധവയല്ല, സന്താനമില്ലാത്തവളുമല്ല. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ലഭിച്ചൊരു വീണ്ടെടുപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ആ വീണ്ടെടുപ്പാണ് നമ്മളെ അന്യരല്ല. ഇനി പിന്നെ ദൈവത്തിന്റെ ആരാണ് പറയുന്നത് അവിടെ? സഹപൗരന്മാരും ദൈവത്തിന്റെ ചാർച്ചക്കാരും അത്രേ. പ്രൈസ് ഗോഡ്. നമ്മുടെ കൈവിടുന്ന സ്വാമി. നിങ്ങൾ ഏതെങ്കിലും മതവിഭാഗത്തിൽ നിന്ന് കർത്താവിനെ കണ്ടെത്തുകയാണെങ്കിൽ ആ ചേഞ്ചിന്റെ, ആ മാറ്റത്തിന്റെ ആഴം മനസ്സിലാക്കാനാണ് ആ പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൂരെ നിന്നൊരു കല്ലിനെ ആരാധിച്ച് കടന്നുപോയി. പക്ഷെ ആ കല്ല് നമുക്ക് ഒരു വിധത്തിലുള്ള സംരക്ഷണം ചെയ്തില്ല ഇതുവരെ. പക്ഷെ നമ്മുടെ ദൈവമായ പാറയായ ദൈവം അവനൊരു കല്ലായി ഒരു അമ്പലത്തിൽ ഇരിക്കുകയല്ല, നമുക്ക് ചുറ്റും നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവം അവൻ അകലെ നിൽക്കുകയില്ല. അവനൊരു കുടുംബം, സകല കുടുംബത്തിൽ എല്ലാവരും നമ്മളെ കൈവിട്ട അവസരത്തിൽ, സമൂഹം കൈവിട്ടവരെ അവൻ നമ്മുടെ കുടുംബക്കാരിൽ നിന്നുള്ള ഉത്തരവാദിത്വം സന്നദ്ധയിലേറ്റിട്ട് നമ്മളിനി അന്യരും പരദേശിനും അല്ലാത്തതായ വലിയ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നു. ഇതിന് വലിയ ഭാഗ്യം. ഇതിന് വലിയ ഭാഗ്യം എന്താ ഉള്ളത്? ഇത് ഈ ലോകത്തിൽ മാത്രമല്ല. ചിലപ്പോൾ ദൈവം ഒന്ന് വിടുവിച്ച് നമുക്ക് ആത്മീയ വിടുതലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. ഒത്തിരി പ്രാർത്ഥനയിൽ ഒരു വിടുതലുമില്ല. ഒരുപാട് വിടുതൽ ശുശ്രൂഷകൾക്ക് പോയി ഒരു വിടുതലും. എന്റെ ചർച്ചയിൽ ആൾക്കാർ വരെ പോവുക ചെയ്യാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറില്ല. എല്ലാവരും വന്ന് നോക്കുക, വിടുതൽ നടക്കുന്നോണ്ട് നോക്കും. വിടുതലെല്ലുന്നോണ്ട് അവരെ നോക്കും. ഞാൻ പറഞ്ഞ വിടുതലത്തോട് അതിന് ശരിയായ വിധത്തിൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്ത വിടുതലുണ്ട്. അത് അപ്പോൾ ഒരു വിടുതലോട് തരാനില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ എന്നെ കുറിച്ച് പ്രാർത്ഥിക്കാതിരിക്കത്തൊന്നുമില്ല. എന്നെ കുറിച്ച് പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭൂതങ്ങളോട് പ്രാർത്ഥിക്കാതെ ഇവിടുത്തെ സ്പെഷ്യലൈസേഷൻ. ഇവിടുത്തെ സ്പെഷ്യലൈസേഷൻ എന്താ? We stand for preaching the gospel. ഇത് കേൾക്കുന്നത് വിടുവിക്കപ്പെടും. ഓക്കെ. ചിലപ്പോൾ ഈ വിടുതൽ ലോകത്ത് നടക്കുന്നില്ല. അന്നേരം ഒരു കാര്യം വേണം. എന്താണെന്നറിയാമോ കാര്യം? ഇയ്യോബിന്റെ വിശ്വാസം. എന്താ ഇയ്യോബ് പറഞ്ഞേ? ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 23 വാക്യങ്ങളിൽ ഇയ്യോബ് എന്താ പറഞ്ഞേ? എന്റെ വീണ്ടെടുപ്പുകാരൻ
ജീവിക്കുന്നു. പിന്നെ അല്ല, അതൊന്നും വിടുന്നില്ല. അവൻ എപ്പോ എന്നെ വിടുവിക്കും? ഇപ്പോഴോ? അല്ല, ഇപ്പോഴല്ല വിടുവിക്കുന്നേ. പിന്നെ എപ്പോ വിടുവിക്കും? അത് വായിച്ചു ഒന്ന് പ്രൊജക്ട് ചെയ്തോന്നു. എന്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത വാക്യം, പ്രൈസ് ഗോഡ്. എന്റെ ക്യാൻസർ വന്ന് മാറിയില്ലെങ്കിലും, എന്റെ ത്വക്ക് രോഗം മാറിയില്ല, അത് ചീഞ്ഞഴിഞ്ഞു പോയെങ്കിലും, ഇതെല്ലാം പോയാലും ഞാൻ ഒരു കാര്യം അറിയുന്നു, അവൻ എന്നെ എന്ത് ചെയ്യും? അതൊരു പക്ഷേ ജീവിതത്തിലായിരിക്കില്ലെങ്കിൽ തന്നെയും ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, എന്റെ ഭാര ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തെക്കാൾ വലിയ ഭാരയാലുള്ളൂ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും. വിശ്വാസത്തിന്റെ താഴ്ചകളിൽ ഉന്നതങ്ങളിലൂടെ പോകുന്ന അവസരങ്ങളിൽ ഒരു കാര്യം മറക്കരുത്, ദൈവത്തിന്റെ അനുഭവങ്ങളിൽ വേർതിരിച്ചറിയാനാണ് മനസ്സിലാക്കുക. ദൈവത്തിന്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ പാറയുടെ അനുഭവമായിരിക്കാം, പാറ ഒരുപക്ഷെ ഏകാന്തതയായിരിക്കാം, പക്ഷെ ആ ഏകാന്തതയിൽ ഒരു സുരക്ഷിതമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ ഭീഷണിയുടെ നടുവിൽ ഒരു സുരക്ഷിതത്വമുണ്ട്. ദൈവം നൽകുന്ന ഒരു സുരക്ഷിതത്വം, അതാണ് നമ്മുടെ ഭാരം. നമ്മുടെ പ്രശ്നങ്ങളുടെ ജീവിതങ്ങളുടെ ഏറ്റവും താഴ്ന്ന അവസരങ്ങളിൽ ദൈവം വരും. ഇങ്ങനെ വീണ്ടെടുപ്പുകാരനായി, കുടുംബത്തിന്റെ അംഗം പോലെ, അപ്പനില്ലാത്തവർക്ക് അപ്പനെ പോലെ, അമ്മയില്ലാത്തവർക്ക് അമ്മയെ പോലെ വീണ്ടെടുക്കാൻ ആരുമില്ലാത്ത അവസരത്തിൽ സകലത്തെയും നഷ്ടപ്പെടുത്തി ഈ ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയച്ച ദൈവം നമ്മുടെ സകല ജീവിതത്തിന്റെ മണ്ഡലങ്ങളിലും നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.